ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇപ്പോൾ കുറേ നാളായി വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. ലാസ്റ്റ് നമ്മളെ ക്വാറൻറ്റൈൻ നിന്നപ്പോഴാണ് വീഡിയോ ഇട്ടത്. ഒന്ന് പേടിച്ചിട്ടൊക്കെയാണ് വീഡിയോ ഇട്ടത് സത്യം പറഞ്ഞാൽ. ഇപ്പോഴും ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കുറേ നാളായി കേട്ടോ. ഞാൻ ഇതിന് നാട്ടിൽ പോയിട്ടൊക്കെ ഇലക്ഷനൊക്കെ ഇല്ലായിരുന്നു. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോയ സമയത്ത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു. പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ പിന്നെ ആ വീഡിയോ കിടപ്പുണ്ട്, അപ്ലോഡ് ആക്കിയില്ല. അത് കുറച്ചും കൂടെയൊക്കെ സംഭവങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, നാട്ടിൽ ചെന്നിട്ടുള്ള സംഭവങ്ങൾ. പക്ഷേ ഇലക്ഷൻ്റെ കാര്യങ്ങളോ അതിനെ കാര്യം തിരക്കായതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് ഇവിടെ ജോലി സ്ഥലത്ത് ഇവിടെ വന്നിട്ട് പിന്നെ കുറച്ച് ടൈറ്റായിപ്പോയി. പുതിയ സ്ഥലത്തൊക്കെ അല്ലേ, അപ്പോൾ പരിചയമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വെച്ചാൽ എവിടെ പോകണമെന്നും അറിയില്ല, സ്ഥലമൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ ഇന്നിപ്പം ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ പോയാൽ എന്തുണ്ടെന്നാ എങ്ങനെയാണെന്നാ ഒന്നും അറിയണം. പോടെ വഴി പോലും അറിയണം. പിന്നെ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയപ്പോൾ പിന്നെ ജോലിക്ക് പോകണ്ടല്ലോ, ഇന്ന് ഫ്രീ ആണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ആ സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ പോയിട്ട് വല്ലതും ഉണ്ടാകുന്നതിന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇവിടെ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോകണം. ഇപ്പം പോണ വഴിക്കുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. പോണ വഴിക്കുള്ള റോഡിലാണ് നിൽക്കുന്നത്. കാട് പോലെയൊക്കെ ഉണ്ട് സൈഡിലൊക്കെ. വെയിലടിക്കുന്ന എൻ്റെ മുഖമൊക്കെ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ബൈക്കിൽ തന്നെ പോകണത്. പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ക്വാറൻറ്റൈൻ നിന്നപ്പോൾ എനിക്കൊരു ചെറിയ പണി കിട്ടി. എൻ്റെ ഹെൽമെറ്റിൻ്റെ വൈസർ പൊട്ടിപ്പോയി. ഇപ്പോൾ വൈസറില്ലാതെയാണ് യാത്ര മൊത്തം. അടുത്ത മാസം പുതിയ ഹെൽമെറ്റ് വാങ്ങണമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര കൂടിയ ഹെൽമെറ്റൊന്നുമില്ല, നമുക്ക് ചെറിയൊരു സേഫ്റ്റി എന്നുള്ള രീതിയിലുള്ള സാധാരണ ഹെൽമെറ്റ്, സ്റ്റക്സിൻ്റെയാ. നമുക്ക് ബഡ്ജറ്റായിട്ടുള്ളതെങ്കിലും വരണം. അപ്പോൾ ബഡ്ജറ്റായിട്ടുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവരെയായെങ്കിലും എന്ന് വെച്ചാൽ കട്ട ചാത്തനൊന്നും വേണ്ട, അത്യാവശ്യം നല്ല ഒരു സാധനം, ഒരു റേഞ്ച് ആയിട്ടുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴും നമുക്ക് അങ്ങോട്ട് പോണ വഴിക്ക് എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ കാണാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നേ ഉള്ളേ. കുറച്ചും കൂടെ വന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ സൈഡൊക്കെ മൊത്തം കൃഷിയാണ്. നമ്മൾ ആ പാലക്കാട് ഒറ്റപ്പാല സൈഡൊക്കെ നിന്നപ്പം നെല്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ട് കൂടുതലും അല്ലാത്തേ നെല്ല് എന്ന് വെച്ചാൽ ധാന്യം അങ്ങനെയല്ല. നമ്മൾ ഈ കവുങ്ങ്, റബ്ബർ, വാഴ, തെങ്ങ് ഇതൊക്കെയാണ് കൂടുതലും. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ബൈക്ക് ഒരു പാലത്തിനോട് വെച്ചിട്ട്. അവിടെ ഞാൻ ഇന്നലെ എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് പോയാണ്. അതിൻ്റെ കഥ ഞാൻ ഇപ്പം നമ്മൾ പോണ സ്ഥലത്ത് പോയിട്ട് പറഞ്ഞുതരാം. ഇപ്പം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ പോണ വഴി തെറ്റി ഞാൻ വേറൊരു വഴി കയറിയിട്ട് അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പിന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ വന്ന വഴിയിലൊരു സംഭവമുണ്ട്. അപ്പോൾ അന്ന് വെച്ചാൽ ഞാൻ അന്തം വിട്ടുപോയി. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് റോഡാണ്. ഈ റോഡ് എത്തി ഇത്രയും കൂടെ വീതി ഉണ്ടായിരുന്നു. ഇതൊരു പാലമാണെന്ന് തോന്നുന്നു റോഡിൻ്റെ. അത് പകുതി ഇടിഞ്ഞു പോയിരിക്കുകയാണ്. മുക്കാലും ഇടിഞ്ഞു പോയി. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഞാൻ ഇതിലേക്കൂടെ പോയത് അവിടെ നിന്നിട്ടാണ്, അവിടെ മതിലിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ വഴി നോക്കുന്നത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പാലം എന്താ ഇടിഞ്ഞു കിടക്കണേന്ന്. എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും വെള്ളം വന്നപ്പോഴാണ്, വെള്ളപ്പൊക്കം ആ സമയത്തൊക്കെ ഇടിഞ്ഞു പോയതായിരിക്കും. നമ്മൾ ഇനി പോകുന്ന സ്ഥലം ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. പോണ വഴിക്ക് പിന്നെ നെല്ല് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നെൽപ്പാടമുണ്ട്. അവരെന്തത് മരച്ചിനിയാണ്, മരച്ചിനി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. പക്ഷേ നമ്മളിപ്പോൾ കറക്റ്റ് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പിലെ റൂട്ട് എൻ്റെ ആയി. വണ്ടി ഇവിടെയാണ് വച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു പാടത്തിൻ്റെ സൈഡിലാണ് വച്ചേക്കുന്നത്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇച്ചിരിയും കൂടെ പോകണം. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായി. ഇവിടെ പോയി ചോദിക്കാനാണെങ്കിൽ ഇവിടെ ആരും കാണാനുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ നിൽക്കുകയാണ്. ആരെങ്കിലും വന്നിരുന്നു ചോദിക്കായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആരുമില്ല. ഇവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട് വേറെ. പക്ഷേ ചോദിക്കാതെ പോയാലും ഇങ്ങനെ അറിഞ്ഞൂടാ. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. ചെറിയ പേടിയുണ്ട്. വല്ലവരും പറമ്പാണിത്. വേറെ ആരുടെയോ പറമ്പാണ് സംഭവം. നമുക്ക് പോകാനുള്ള നമ്മൾ കാണാൻ പോകുന്ന സാധനം അവിടെ കണ്ട്, അതിൻ്റെ തൂണ് ഞാൻ കണ്ട്. പക്ഷേ
നിൽക്ക് ഞാനേ ആരെയും നിങ്ങളൊന്ന് സെറ്റ് നമ്മളിപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. പക്ഷേ ഇതെനിക്ക് എന്താവുമെന്നും പിടിയില്ല. പോയി നോക്കാം. നമ്മളിവിടെ അല്ലായിരുന്നു എന്തോ വഴിയുണ്ട്, അപ്പുറത്തെ സൈഡിലാണ് എന്തോ നമ്മൾ കാണാൻ പോകുന്ന സാധനം. ഇതാണ് എന്ന് വെച്ചാൽ ഈ റോപ്പ കണ്ടിട്ട് ചെറുതായിട്ടൊരു പിടിയിട്ട് കാണും. ഈ ഒരു വിഷ്വലല്ല നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചത്, നമ്മൾ കാണണമെന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു വിഷ്വലേ അല്ല, അപ്പുറത്തെ സൈഡാണെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ തൂക്കുപാലമാണ്. ആ തൂക്കുപാലം നമ്മൾ കുന്തിപ്പുഴയുടെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് വച്ചിരിക്കുന്നൊരു തൂക്കുപാലമാണ്. തൂക്കുപാലത്തിൻ്റെ ഒരു വലിയ വടവും തൂണൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ പ്രളയ സമയത്ത് ആ പാലം തകർന്നു പോയിരുന്നു. ഇവിടെ എന്നാലും കാണാൻ ഒട്ടും പറ്റുന്നില്ല. ഇവിടെ വന്നത് വെറുതെ ആവും എന്തോ, കണ്ടിട്ട് പോകുള്ളൂ എന്തായാലും. അപ്പോഴേ അതാണ് സീൻ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സൈഡല്ല വരേണ്ടിയിരുന്നു, ഈ സൈഡ് വരണേണ്ടതല്ല എന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡാണ് എന്തിനു വരേണ്ടത്. പക്ഷേ എന്തായാലും ഡാർക്കായി. നമുക്കെന്തായാലും തിരിച്ചു പോയിട്ട് ആരുടെയും ചോദിച്ചിരുന്നെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും. വന്നത് വെറുതെ ആവുമെന്തോ. ഞാൻ വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞില്ലേ എന്താണ് കറക്റ്റ് അറിഞ്ഞൂടാ സ്ഥലത്തിനെ കുറിച്ചൊന്നും. ഇപ്പോൾ തന്നെ കുറേ നേരം ചുറ്റിയാണ് വന്നത്. എന്തായാലും നോക്കാം. ഇവരെ വന്നിട്ട് വെറുതെ പോകുന്ന എങ്ങനെ, ജസ്റ്റ് അടുത്തെങ്കിലും ഒന്ന് കാണണ്ടേ. നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് കാണാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ നിന്ന് 1-2 പയ്യന്മാരുടെ വഴി വെച്ച് കണ്ടത്. അപ്പോഴും അവന്മാരോട് ചോദിച്ചപ്പോൾ അവന്മാർ പറഞ്ഞു അത് തന്നെയാണ് വഴി, പക്ഷേ എനിക്ക് അവിടെ പോയിട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അപ്പുറത്ത് പോകാനുള്ള വഴി ഏതാണെന്ന് ചോദിച്ചു. പറഞ്ഞ് അപ്പുറത്ത് പോകാൻ വേറെ ഏതെങ്കിലും കറങ്ങിയൊക്കെ പോകണമെന്ന് പറഞ്ഞിങ്ങനെ. അങ്ങനെ അവന്മാർ വഴി പറഞ്ഞു തന്ന് ഇപ്പോൾ വേറൊരു പാലത്തിലൊന്ന് നിൽക്കുകയാണ്. ഇത് സാധാ പാലമാണ്, തൂക്കുപാലൊന്നും അല്ല, അല്ലാത്ത പാലമുണ്ടല്ലോ നമ്മുടെ റോഡക്കോളം, അങ്ങനത്തെ പാലമാണ്. ഇതും ആ കുന്തിപ്പുഴയ്ക്ക് കുറുകെ പോണേണ് ഈ പാലം. പക്ഷേ ഞാൻ വിചാരിച്ച് ഈ പാലത്തുനിന്ന് മറ്റേ പാലം സൈഡ് എവിടെയെങ്കിലും കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ സൈഡിലൊന്നും ആ പാലമൊന്നും കാണാൻ ഒരു പൊടി പോലും ഇല്ല ആ പാലത്തിൻ്റെ ഒന്നും. എന്താണെന്തോ ഇനി നമ്മൾ വഴിതെറ്റിയാന്ന് പറഞ്ഞൂടാ. പിന്നെ വണ്ടി പെട്രോൾ കൊണ്ടിങ്ങനെ പോകും. കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിക്ക് പണി കിട്ടി. വണ്ടിക്ക് പണിയിട്ടേ ഇല്ല, ഞാൻ വേറെ സ്ഥലത്ത് പോയി പറഞ്ഞു. വേറെ സ്ഥലത്ത് പോയി എൻ്റെ കഥ പറഞ്ഞതാണ്. വേറെ സ്ഥലത്ത് പോയെന്ന് വെച്ചാൽ ഇന്നലെ വെറുതെ ഇങ്ങനെ വീട്ടിൽ നിന്നപ്പം അവധിയായിരുന്നല്ലോ, അവധിയായിട്ട് വീട്ടിൽ നിന്നപ്പം വെറുതെ ഒന്ന് ഒരു റോഡ് കണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് പോയി നോക്കിയതാണ്. ഒരു കനാലിൻ്റെ സൈഡിലുള്ള റോഡായിരുന്നു. അപ്പോൾ അത് നേരെ ഇങ്ങനെ പോയി ഒരു വലിയ ഒരു പാലത്തിൽ ചെന്ന് കയറി. മൊത്തം പാലത്തിൻ്റെ അറിയണം, ഒരു വലിയ പാലം, ഒരു അക്വഡേറ്റ് അങ്ങനെ എന്താണ് പറയുന്നത് അതിന്. എന്ന് വെച്ചാൽ നമ്മൾ ഈ അടിയിൽ കൂടെ കനാല്, അതിൻ്റെ വണ്ടേ കൂടെ പാലം, അങ്ങനെ എന്തോ സെറ്റപ്പാണ്. അപ്പോഴാണെങ്കിൽ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് അവിടെ നല്ല രസമുണ്ട്. അവിടെ ഒരു പോകുന്ന വെച്ചിട്ട് ഞാൻ ഇന്നലെ പിന്നെ എന്താണ് വ്ളോഗ് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വണ്ടി എടുത്ത് പോയി അത്ര തന്നെ. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ വണ്ടി കഴുകാൻ കൊടുത്തു. ഇവിടുത്തെ ഒരു വണ്ടിയെ കഴുകുന്ന ഒരു സ്ഥലത്താണ് കൊടുത്തത്. ഇവന്മാർ ലാസ്റ്റ് എന്തോ ഒരു സാധനം വെച്ച് തുടച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് ചുമന്ന പൊടി ഇരിക്കുന്നതുണ്ട്. ഇന്നലെ പോയ സ്ഥലം മൊത്തം ഓഫ് റോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. ഓഫ് റോഡെന്ന് വെച്ചാൽ റോഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുമന്ന മണ്ണ് മൊത്തം എൻ്റെ വണ്ടിയിലെ വീലിലും എല്ലായിടത്തും ആയി. അത് ഇത് സൈലൻസറിൻ്റെ ഇതിലൊക്കെ ആയി. ഇവിടേക്ക് ഇരിക്കുന്നുണ്ടോ അവന്മാരാ പൊട്ടന്മാരെ എന്നോട് പറഞ്ഞില്ല, ഞാൻ വിചാരിച്ച് വേറെ എന്തോ ആണെന്ന്. അവന്മാരായിട്ട് തുടച്ചാണ്. ഈ ഒരു ഗ്ലേസിങ് ഉണ്ട് ഇവിടെ, ഈ ഗ്ലേസിങ് ഒരേതായിട്ട് എന്തോ അടിച്ചാണ്. പക്ഷെ അതെനിക്കിപ്പോൾ കുരുവായിട്ട് വന്നേക്കാണ്. നിങ്ങൾ എഞ്ചിൻ്റെ സൈഡിലൊക്കെ പൊടി പുല്ല്. ഇനി ഞാൻ ഇത് എന്തിട്ട് കഴുകിയാൽ പോകുന്നൊരു പിടുത്തമില്ലതാ. വീലൊക്കെ ഇരിക്കുന്ന നോക്കിയാണ്, നല്ല കറുത്ത വീലായിരുന്നു. കറുത്ത വീലിന് ഇപ്പം ചുമന്ന മണ്ണ് മൊത്തം കയറിയിരിക്കുകയാണ്. ഓരോ വള്ളിക്കെട്ട് ഇവിടെ മൊത്തം പൊടിയായി, മൊത്തം പൊടി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് മുടിയൊക്കെ ഒരുമാതിരിയായി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് മറ്റേ സ്ഥലം കിട്ടുമോ നോക്കിയിട്ട്, ആ സ്ഥലം കിട്ടുമോ നോക്കണമെന്ന്. ആ സ്ഥലം എങ്ങനെയും കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും നോക്കാം. അയ്യോ ലാസ്റ്റ് നമ്മൾ ആ വഴി എത്തി. വേറെ മറ്റേ നമ്മൾ നേരത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു പാലത്തിൻ്റെ ഒരു സൈഡാണ്, അതിൻ്റെ മറുകരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു
റബ്ബർ കാടിൻ്റെയൊക്കെ അടുക്കണം. നമ്മൾ അവിടെ വണ്ടി വെച്ചിട്ട് ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകണമെന്നാണ് ഇവിടെ ഒരു വീട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. വീട്ടിൽ പോണ വഴിയൊക്കെ അടിപൊളിയാണ്, കാണിച്ചു തരാം. എൻ്റെ നിഴലാണ് കേട്ടോ അതോ കിടക്കുന്നത്. അയ്യോ എനിക്കാണെങ്കിൽ കാലൊന്നും വയ്യ, കാലൊക്കെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം. അയ്യോ ഡാർക്ക് ആയിരിക്കണല്ലോ ഈശ്വര. ഇവിടെ കൂടെ നടന്നാൽ കാണാൻ പറ്റും എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. കാണാൻ പറ്റുമായിരിക്കും. പാലത്തിൻ്റെ പേര് കൂറ്റനശ്ശേരി പാലം എന്നാണ്. കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കൂറ്റനശ്ശേരി തൂക്കുപാലം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞോളൂ. ഇവിടെ നാട്ടുകാരെങ്കിലും കിട്ടിയതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കായിരുന്നേ. പക്ഷെ ആരും കാണാനില്ല. എനിക്ക് തോന്നുന്നത് പണ്ടങ്ങാണ്ടൊക്കെ കെട്ടിയാണ് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സ്ഥലത്തോടെയൊന്നും ഇപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു വഴിയിൽ നിന്നും കൊണ്ട് കെട്ടിയിട്ട് കാര്യമില്ലല്ലോ. വണ്ടിയൊക്കെ അവിടം വരെ വരും. എനിക്ക് തോന്നുന്നു പണ്ടത് ആൾക്കാർ നടക്കാനൊക്കെ ഈ തോണിക്കടത്തൊക്കെ മാറ്റിയിട്ട് നടന്നൊക്കെ അങ്ങോട്ട് അക്കരെ ഇക്കരെ എത്താനായിട്ടുള്ളതായിരിക്കും. എന്തായാലും ഭയങ്കര സംഭവം തന്നെയാണിത്. വടമൊക്കെ ഞാൻ അപ്പുറത്തുനിന്ന് കണ്ടായിരുന്നിട്ടില്ല. സൈഡിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് അതൊക്കെ ഒരു അടാറ് സാധനം തന്നെയായിരുന്നു. ഇവിടെ 1-2 പേരൊക്കെ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മളുടെ അവസാനം പാലത്തിൻ്റെ അടുത്തെത്തി. അയ്യോ നമ്മളിവിടെ എത്തിയപ്പോൾ അപ്പുറത്തെ ആൾക്കാർ അവിടെ കൂടെ നടന്നു വരുന്നു. ആ സൈഡിൽ അന്ന് നേരത്തെ നിന്ന് ഇതിലേ കൂടിയാണ് പാലത്ത് ഇറങ്ങി പോകുന്ന വഴി. ഇതായിരുന്നു വഴി. ഇതിപ്പോൾ നോക്കിയപ്പോൾ അപ്പുറത്ത് 2 പേര് നിൽക്കുന്നു. അവരുടെ കൂടെ വന്നാന്തോ നമ്മളിതോ അതിൻ്റെ അടുത്ത് വരെ വന്നായിരുന്നു, ആ വഴി വരെ വന്നായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങ് വന്ന് ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്തെത്തി. ഇതാണ് ആ പ്രളയത്തിൽ തകർന്ന കൂറ്റനശ്ശേരി പാലം. ഇപ്പം എന്തോരം ഇതിൽ വെള്ളത്തിൽ വന്ന് അടിച്ചാണ് കണ്ട്. ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഇതൊക്കെയാണെന്ന് ബാക്കി പാത്രം എന്നൊക്കെ പറയാമല്ലോ. അതാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രളയത്തിലൊക്കെയാണ് പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ഒരു വേസ്റ്റും കാര്യങ്ങളെല്ലാം അവിടെ ഒന്ന് അടിഞ്ഞിരിക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പിയും നശിച്ചുപോയി. ഇപ്പോൾ ഇതിലേക്ക് കൂടെ നടക്കാനും പറ്റില്ല. അവിടെ കറക്റ്റ് ആ നടുക്കിൽ വെച്ച് നടുവൊടിഞ്ഞ പോലെ അവിടെ മൊത്തം പോയി. എന്തായാലും കൊള്ളാം, സ്ഥലം അടിപൊളി. പക്ഷേ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നെങ്കിൽ അടിപൊളി സ്ഥലമായിരുന്നത്. കുറച്ചും കൂടെയൊക്കെ ഒരു ടൂറിസം പോലെയൊക്കെ ആക്കായിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ആൾക്കാരവിടെ ചൂണ്ടിടാൻ വന്നെയാണ് തോന്നുന്നു കേട്ടോ. ചൂണ്ടിടുന്നതിൻ്റെ സെറ്റപ്പാണ്. ചൂണ്ടിടാനുള്ള സെറ്റപ്പാണ്. നമുക്കിനി ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ അങ്ങ് കറങ്ങണ്ട, വേറെ വഴിയുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇപ്പുറത്തൂടെ ഒന്ന് നടന്നിട്ട് വരാമേ. ഇവിടെ ഞാൻ നിങ്ങളുടെ ആരോടും ഇവിടെ വരണമെന്നാ. അയ്യോ എനിക്കാണെങ്കിൽ സത്യം പോലെ കാല് വയ്യ. കാല് ചെയ്തിട്ട് നടക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട്. ഇതാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ നമ്മളെ സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള ഒരു പുഴയാണ് കേരളത്തിൻ്റെ. നമുക്ക് സൈലൻറ്റ് വാലിയൊക്കെ ഒരു ദിവസം പോകാമെന്നൊക്കെ പ്ലാനുണ്ട്. നടക്കുമെന്ന് പറഞ്ഞു. അവിടെ എന്തോ നേരത്തേക്ക് ബുക്ക് ചെയ്തിട്ടാണ് പോകാൻ. അതാണ് കുന്തിപ്പുഴ. എനിക്ക് തോന്നുന്നു പണ്ട് ഇവിടെ തോണിക്കടത്തായിരുന്നായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും പാലം വന്നത്. അങ്ങനെയാണല്ലോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട ഒരു വഴിയില്ല. ഇവിടെ നിന്ന് ഒരു എഴുതി പോലും വച്ചിട്ടില്ല ഇവിടെ. എന്തായാലും കൊള്ളാം, സ്ഥലം അടിപൊളി. പിന്നെ ആരും വരണം എന്നൊന്നും പറയണില്ല. എന്നുവെച്ചാൽ വന്ന് കാണാൻ പറ്റിയ സംഭവമൊന്നുമില്ല. പക്ഷേ ഇതിൽ കൂടെ നടക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് വരാനുള്ളൊരു ഇത് പറയാമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇത് വെച്ച് എനിക്ക് തോന്നുന്നു വരാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇന്ന് കാണാൻ അത്ര തന്നെ, വേറൊന്നുമില്ല. കുറേ കുന്തിപ്പുഴ പാലം ഇത് തന്നെ ഉള്ളത്. ജസ്റ്റ് ഒരു തോണിക്കടത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തരായിരുന്നു അല്ലേ. എന്തായാലും കൊള്ളാം. ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ സംഭവമൊന്നും അല്ല ഇത്. അതാണ് എനിക്കൊരു വിഷമം പോലെ. ഇത്ര ദൂരം വന്നിട്ട് പക്ഷെ ഇവിടെ ഇരിക്കാനുള്ള രസമുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ കുറച്ചും കൂടെയൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചു. ഇതൊരു ചെറിയ പാലം, അത്രേ ഉള്ളൂ. ഡിസപ്പോയിൻറ്റഡ്. എന്താ പറയുക, കുറേ പെട്രോൾ കത്തി, അത്ര തന്നെ. ഇക്കണേ മുടി ഇങ്ങോട്ട് കാറ്റൊക്കെ അടിച്ചിട്ട്
നീ ഇതെന്തായാലും മാസ്ക് ഒന്ന് മാറ്റില്ല. മാസ്കൊക്കെ ഇവിടെ മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ? മാസ്കൊക്കെ മാറ്റി ഇരിക്കാൻ വേണമെങ്കിൽ. വേറെ ആളൊന്നുമില്ല ഇല്ലാത്തതുകൊണ്ട് മാസ്ക് മാറ്റി വേണമെങ്കിൽ ഇരിക്കാമല്ലോ. എന്തായാലും അടപടലം എന്നൊക്കെ പറയാൻ പോലായി. പക്ഷെ ഇവിടെയൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ. കുളിക്കുന്ന കാണിക്കണ്ടല്ലേ, അപ്പുറത്ത് കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വേറൊന്നുമില്ല. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് വന്നത് ഇവിടെ. പക്ഷേ പ്രതീക്ഷകൾക്കും അപ്പുറമായിട്ടൊക്കെയാണ് സംഭവം സ്ഥലമൊക്കെ. അയ്യേ, പക്ഷേ എന്ത് ചെയ്യും ഇനിയൊന്നും ചെയ്യാനില്ല. ഇനി കുറച്ചേരം കണ്ട് വീട്ടിൽ പോവാം ഇവിടെ ഇരുന്നിട്ട്. അത്ര തന്നെ. ഇവിടെ ആൾക്കാർ നീന്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഭയങ്കര ആഴമില്ലാത്ത പുഴയാണെന്ന് തോന്നി. കുന്തിപ്പുഴ അത്ര ആഴമില്ലാത്ത പുഴയാണ്. ചിലപ്പോൾ നല്ല നീന്തൽ അറിയാവുന്ന ആൾക്കാരായിരിക്കും. നമ്മളെന്നും പറഞ്ഞൊരു സ്ഥലത്ത് നിന്നിട്ട് അറിയാത്ത സ്ഥലത്ത് നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യരുത്. അതിപ്പോൾ അടുത്ത ലോക്കലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് യാതൊരു കാരണം വെച്ചാലും നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് പോയി വെള്ളം അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങരുത്. വെള്ളച്ചാട്ടം, പുഴ, കുളമായാൽ പോലും നീ അങ്ങനെ ഇറങ്ങുകയേ ചെയ്യില്ല. നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകണില്ല, ഞാൻ എന്താ ഇറങ്ങാനാണല്ലേ. പിന്നെ ഈ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സില്ലേ, ഞാൻ ഇപ്പോൾ 2-3 വീഡിയോയിലായില്ലേ ഈ ഡ്രസ്സ്, കുറേ വീഡിയോയിലായി. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഷർട്ടില്ലാത്തതല്ല, ഈ ഷർട്ട് ഇടുമ്പോൾ എനിക്കെന്തോ ഒരു നല്ല കോൺഫിഡൻസ് ഉള്ള പോലെ തോന്നും. കംഫർട്ടാണ് ഈ ഷർട്ട് ഇടുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഷർട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആരും അങ്ങനെ കമൻറ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് നേരിട്ട് മുൻകൂർ ജാമ്യം എടുക്കുമ്പോൾ പറഞ്ഞു അങ്ങ് സൗണ്ട് കിട്ടുന്നുണ്ടോ എന്തോ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല, വേറെ ഒന്നും കാണിക്കില്ല. കുറച്ചും കൂടെയൊക്കെ എന്തോ ഉണ്ടെന്ന്. അപ്പോൾ മച്ചാന്മാർ ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ പവറുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലോട്ട് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റില്ല. എന്തൊക്കെയാണല്ലോ പറയുന്നത്, എനിക്ക് വട്ടായിരുന്നു. നമുക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ പോകാം, പക്ഷെ എനിക്ക് ഇവിടെ ഒരു പരിചയം ഇല്ലാത്തതുകൊണ്ടാണേ കറക്റ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ പോകണം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ കറക്റ്റ് നല്ല സ്ഥലം ഏതാണ് അങ്ങനെയൊന്നും. ഇതൊക്കെ തന്നെ ഞാൻ വേറെ എന്തൊക്കെയോ വഴി കണ്ടുപിടിച്ചു ഈ സ്ഥലം. പക്ഷേ അത് അടപടലായി പോവുകയും ചെയ്തു. നേരത്തെ നമ്മൾ കണ്ട പയ്യന്മാർ അവിടെ ചൂണ്ടിട്ട് തുടങ്ങിയിട്ടാണ്. പക്ഷെ അവരെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നേരത്തെ 2 ചേട്ടന്മാരോട് ഒന്നുമില്ല, അവരെ കണ്ടായിരുന്നു. അവരാണ് നമുക്ക് തമ്മയിലുള്ള ഫോട്ടോയൊക്കെ എടുത്തു തന്നത്. അവരെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ഥലമൊക്കെ കാണാൻ അവരിവിടെ അടുത്തുള്ളല്ലേ, ജിഷ്ണുവിനും അർജുൻ അല്ലേ? അവരിപ്പോൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ചെറുതായിട്ട് ശരിയാണ്. പ്രളയത്തിൽ തന്നെയാണ് പോയത്. പ്രളയത്തിൽ പോയിട്ട് എന്തോ ഒരു മരമോ, രണ്ടാമത്തെ പ്രളയത്തിനാണ് ഞാൻ പറഞ്ഞ, ആദ്യത്തെ പ്രളയം എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രളയത്തിലാണ് സംഭവം പാലം ഇങ്ങനെ ആയത്. ഏതോ ഒരു മരം വന്നിട്ട് ഒഴുകി വന്ന് ഇടിച്ചതാണ് സംഭവം. അങ്ങനെയാണ് ഇത് ഈ സ്ഥിതിയിലായത്. അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ. ഞാൻ നേരത്തെ അവിടെ പറ്റി ഷോക്ക് അടിച്ചിരിക്കുന്നത് കൊള്ളത്തില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ ഇത് സംഭവം അടിപൊളിയായിരുന്നു. ഇങ്ങനെ നടക്കാനും കാര്യങ്ങളും ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വെള്ളപ്പൊക്കം വന്നപ്പോൾ എവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ? നമ്മൾ ഇറങ്ങി വന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു റോപ്പ് കിടക്കുന്നതിൻ്റെ അവിടം വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കം വന്നപ്പം. എന്ന് വെച്ചാൽ നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് തന്നെ ഇതിൻ്റെ ഈ ഒരു തൂണിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അതെന്തായാലും ഇവരെ കണ്ട എന്തായാലും നന്നായി. താങ്ക്സ്. അല്ല, അവരെ കണ്ട എന്തായാലും നന്നായി. ഇവിടെ അടുത്തുള്ളവരാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ ബൈക്ക് ഇരിക്കുന്നില്ലേ, ഈ ബൈക്ക് ഇരിക്കുന്നതിൻ്റെ അവിടം വരെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറി എന്നാണ് പറഞ്ഞവർ. നല്ല ഹൈറ്റ് കയറി കാണും. ഇപ്പം രണ്ടാമത്തെ പ്രളയത്തിലാണ് സംഭവം പോയത്. ഞാൻ വെച്ചാൽ ആദ്യത്തെ പ്രളയത്തിലാണ്. രണ്ടാമത്തേലും ആദ്യത്തെ പ്രളയത്തിൽ അത് പിടിച്ചിരുന്നെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ്. അപ്പം രണ്ടാമത്തെ പ്രളയത്തിൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മരം വന്നിട്ടേ മഴവെള്ളപ്പാച്ചിലല്ലേ, അപ്പോൾ ആ മരം വന്ന് ഇടിച്ചിട്ടാണ് നമ്മൾ പോയത്. അല്ലെങ്കിൽ അതിപ്പോഴും നമുക്ക് നല്ലൊരു സ്ഥലമായിരുന്നു അത്. നമ്മളിപ്പോൾ വന്നപ്പം ഒരുമാതിരി ആയിപ്പോയെങ്കിലും നല്ല സ്ഥലമായിരുന്നു എന്നാണ് അവർ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ നിൽക്കണേ.